നമ്മളെന്താ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, എന്താണ് കുക്കിങ്? ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. ഇന്ന് പനീർ വെച്ചിട്ട് ഒരു സംഭവം. പനീർ വെച്ച് സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ അല്ലേ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നാടനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 250 ഗ്രാം. ക്യൂബ്സ് ഉണ്ടെങ്കിൽ ക്യൂബ്സ് എടുത്താൽ മതി. ഞാനിത് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തു. പിന്നെ കറിവേപ്പില. പിന്നെ എന്താ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല വേണം. ഗരം മസാല 1 ടീസ്പൂൺ എടുത്ത് വെച്ചു. പിന്നെ ഇതാ മഞ്ഞൾ വേണം. മഞ്ഞൾ ഒരു 1/2 ടീസ്പൂണോളം ചേർക്കും. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ. അതായത് നമ്മൾ എരിവ് നോക്കിയിട്ടാണ് ചേർക്കുന്നത്. കാരണം പച്ചമുളകിനൊക്കെ ചില വ്യത്യാസം ഉണ്ടാവില്ല പച്ചമുളകിനൊക്കെ. അപ്പം ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഒരു കാര്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്പാണ്. സോസ് വേണമെങ്കിൽ സോസ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ 1 തക്കാളി അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ കഷ്ണം മുറിച്ച് അങ്ങനെ ഇടാത്തതാണ് നല്ലത്, അരച്ചെടുക്കാം. ഇല്ലേ പിന്നെ കെച്ചപ്പോ അതുപോലെ തന്നെ സോസോ ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഉപ്പ് വേണം. ഓയിലെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ കുറച്ചൊരു കുരുമുളകും കറിവേപ്പിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സവാള ഒന്ന് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെന്തോ ഇല്ല, ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. സൺഫ്ലവറോ പനീറാവുമ്പം സൺഫ്ലവർ ആയാലും അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തതെന്ന് മാത്രം. അപ്പോൾ ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റി കൊടുക്കുമ്പം നമ്മൾ സാധാരണ എന്താ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കും. ഇനി വേണ്ട ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സവാള കണ്ടില്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നീ ഉണ്ടാക്കിയതാ? ആ, ഞാൻ ഉണ്ടാക്കിയതാ. കട്ട് ചെയ്തിട്ടിവിടെ? കട്ട് ചെയ്തിട്ടിടാം. വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് ചതച്ച് അങ്ങനെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴാണ് കൂടുതൽ ഒരു ടേസ്റ്റ്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കിപ്പം മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മഞ്ഞളും അതുപോലെ ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇടുന്നുണ്ട്. ഇനി അടുത്ത് ഗരം മസാലയാണ്. നമ്മൾ 1 ടീസ്പൂണോളം ഗരം മസാല. സാധാരണ നമ്മൾ ഗരം മസാല ലാസ്റ്റാണ്, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇപ്പം ഇടുന്നുണ്ട്, ബാക്കി പിന്നെയാണ് ഇടുന്നത്. അപ്പോൾ മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന്
വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഗരം മസാല ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഗരം മസാല വേണം ഇതിന്. പിന്നെ ഇതിപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചതുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഗരം മസാല പോലെ പൊടിക്കുമല്ലോ. ജീരകം, അതുപോലെ തന്നെ പെരിഞ്ജീരകം, ഗ്രാമ്പു, പട്ട, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്താലും മതി. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുന്നത്. അതുപോലെ നോക്കിയിട്ട് ബാക്കി കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു നമുക്ക് ശരിക്കും 1.5 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് ചേർക്കാം കേട്ടോ. ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ സോസ് മതിയെന്നുള്ള അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ കിടന്ന് ഒന്ന് പനീറൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പനീർ ആവാൻ അധികം സമയം, വെന്ത് വരാൻ അധികം സമയം എടുക്കില്ല. അപ്പോൾ ഇതാ പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പനീർ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. സവാളയും എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. റെഡിയായോ? റെഡിയായി. അപ്പോൾ അതാ നമ്മൾ സെർവിങ് ഡിഷിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അടിപൊളി. പച്ചമുളകും ഒക്കെ മേലെ വെച്ചിട്ട്, പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ടിട്ടില്ലായിരുന്നു, അവസാനമായിട്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ എരിവ് നല്ലപോലെ ഇതിൽ പിടിക്കണമെന്ന് വെച്ചാൽ, കാരണം കുരുമുളകിൻ്റെ എരിവാണ് അങ്ങനെ കൂടുതൽ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പച്ചമുളക്. അങ്ങനെ ചെയ്യുന്ന എല്ലാത്തിനും പച്ചമുളക് അവസാനം ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പനീർ നന്നായിട്ട് കുക്കാൻ വേണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഗ്രേവി ഒന്നും ഇല്ലാത്തതാണ്. അപ്പം ഓണിയനെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണം. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പനീറൊക്കെ കുക്കായിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ എരിവുണ്ട് അത്യാവശ്യം. സോസ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സോസിൻ്റെ പുളിയുണ്ട്. ഇതതുപോലെ പനീറും നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ഒരു ടേസ്റ്റാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൺഫ്ലവറൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുമ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഈ റോളൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് ഫില്ലിംഗ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റാർട്ടറായിട്ടും അങ്ങനെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ FBയിലേക്കൊക്കെ സെൻഡ് ചെയ്യണേ, മെസ്സഞ്ചറിലേക്കോ സെൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്കത് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പീസാണ്. പനീർ എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, കമൻസ് ആയിട്ട് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.